പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ അർജുന്റെ ആത്മഹത്യ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഇരുണ്ട യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിക്ക് താൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന മാനസിക പീഡനത്തിന്റെ ഫലമായി ജീവനൊടുക്കേണ്ടി വന്നുവെന്ന ആരോപണം കലാലയങ്ങളുടെ ലക്ഷ്യത്തെയും അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെയും ചോദ്യം ചെയ്യുന്നു. കേവലം ഒരു പ്രാദേശിക സംഭവം എന്നതിലുപരി വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം, അധ്യാപകരുടെ പെരുമാറ്റം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണനിർവഹണം എന്നീ വിഷയങ്ങളിൽ സമൂഹം അടിയന്തരമായി തിരുത്തലുകൾ വരുത്തേണ്ടതിന്റെ അനിവാര്യതയാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ വിഷയത്തിൽ നടത്തിയ പ്രതികരണം നിലവിലെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിന്റെ ഗൗരവമായ ചിത്രമാണ് വരച്ചു കാട്ടുന്നത്. ചില അധ്യാപകരുടെ പെരുമാറ്റം നാസി പടയാളികളോട് ഉപമിച്ചതും കലാലയങ്ങളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാക്കി മാറ്റരുതെന്നുമുള്ള അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പും അതീവ ഗൗരവമുള്ളതാണ്. അച്ചടക്കത്തിന്റെ പേരിൽ കുട്ടികളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെയും മാനസികാവസ്ഥയെയും ഹനിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ വർദ്ധിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന അനേകം നല്ല അധ്യാപകർക്ക് പോലും ഈ മോശം പ്രവണത അപമാനകരമാണെന്ന KSUവിന്റെ നിരീക്ഷണം ശ്രദ്ധേയവുമാണ്. വിദ്യാർത്ഥികൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ നിലവിലെ സാഹചര്യത്തിന്റെ നേർചിത്രമാണ്. അക്കാദമികമായ സമ്മർദ്ദങ്ങൾക്കൊപ്പം സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട പുതിയ വെല്ലുവിളികളും വ്യക്തിപരമായ ആത്മസംഘർഷങ്ങളും തുറന്നു പറയാനോ പരിഹാരം കണ്ടെത്താനോ സാധിക്കാത്ത അവസ്ഥയിൽ കുട്ടികൾ വീർപ്പുമുട്ടുന്നു. ഈ പ്രതിസന്ധികളെ വേണ്ട വിധം അഭിസംബോധന ചെയ്യുന്നതിൽ ഭരണകൂടവും പൊതുസമൂഹവും പരാജയപ്പെട്ടുവെന്ന കുറ്റപ്പെടുത്തൽ നിലവിലെ സംവിധാനങ്ങളുടെ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അനുശോചന കുറിപ്പുകൾക്കും ജസ്റ്റിസ് ഫോർ ക്യാമ്പയിനുകൾക്കും അപ്പുറം ഒരു തലമുറയെ രക്ഷിക്കാൻ ഉതകുന്ന ക്രിയാത്മകമായ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം ഈ ദുരന്തത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠമാണ്. അർജുന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളുടെ തുടക്കം വിദ്യാർത്ഥികൾ ഇൻസ്റ്റഗ്രാമിൽ സന്ദേശങ്ങൾ കൈമാറിയതുമായി ബന്ധപ്പെട്ട് ഒരു രക്ഷിതാവ് സ്കൂൾ അധികൃതരെ വിവരം അറിയിച്ചതിൽ നിന്നാണ്. ഈ വിഷയം സ്കൂൾ അധികൃതർ കൈകാര്യം ചെയ്ത രീതിയാണ് കാര്യങ്ങൾ വഷളാക്കിയത്. ഇൻസ്റ്റഗ്രാം സന്ദേശങ്ങൾ സംബന്ധിച്ച വിവരം ലഭിക്കുകയും രക്ഷിതാക്കളെ വിളിപ്പിച്ച് കുട്ടികളെ ശാസിക്കുകയും ചെയ്തു. ക്ലാസ് അധ്യാപികയായ ആശ സമാനമായ വിഷയത്തിൽ വിദ്യാർത്ഥികളോട് ഇടപഴകുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കുട്ടികളുടെ പ്രധാന ആരോപണം. അതോടൊപ്പം ക്ലാസ് മുറിയിൽ വെച്ച് അധ്യാപിക സൈബർ സെല്ലിനെ വിളിച്ചതായി ഭീഷണി മുഴക്കുകയും കുട്ടികൾക്ക് ജയിൽ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുകയും ചെയ്തുവെന്ന് സഹപാഠിയുടെ മൊഴി വ്യക്തമാക്കുന്നുണ്ട്. ഒരു കൗമാര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജയിൽ ശിക്ഷ പോലുള്ള വാക്കുകൾ ഉണ്ടാക്കുന്ന മാനസികാഘാതം വളരെ വലുതാണ്. ഈ സംഭവത്തിന് ശേഷം അർജുൻ കടുത്ത അസ്വസ്ഥനായിരുന്നു. മരിക്കുമെന്ന് പറഞ്ഞ് തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്ന സഹപാഠിയുടെ മൊഴി അർജുൻ അനുഭവിച്ച കടുത്ത മാനസിക സമ്മർദ്ദത്തിന്റെയും ഭയത്തിന്റെയും ആഴം വെളിവാക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ ആരോപണം ഈ വിഷയത്തിൽ ശക്തമാണ്. ക്ലാസ് അധ്യാപിക അർജുനെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ സ്കൂൾ അധികൃതരും പ്രധാന അധ്യാപിക ലിസിയും കുട്ടിയുടെ മരണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ വിദ്യാർത്ഥികളുടെ പൊതുസമൂഹത്തിന്റെയും ശക്തമായ പ്രതിഷേധം ഈ നിലപാടിനെ ചോദ്യം ചെയ്തു. വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ച് പ്രതിഷേധ സമരം നടത്തി. പ്രധാന അധ്യാപിക നിലപാടിൽ ഉറച്ചു നിന്നതോടെ പ്രതിഷേധം കൂടുതൽ ശക്തമായി. ഇതിനെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്കൂൾ മാനേജ്മെന്റും അടിയന്തര യോഗം ചേരേണ്ടി വന്നു. ആരോപണ വിധേയരായ ക്ലാസ് അധ്യാപിക ആശ, പ്രധാന അധ്യാപിക ലിസി എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കൂടാതെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അധ്യാപകർക്കെതിരെ വകുപ്പ് തല അന്വേഷണവും തുടരാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. ശക്തമായ പ്രതിഷേധങ്ങൾ കാരണം സ്കൂൾ 4 ദിവസത്തേക്ക് അടച്ചിടേണ്ടിയും വന്നു. ഈ നടപടികൾ ആദ്യഘട്ടത്തിൽ സ്കൂൾ അധികൃതർ സ്വീകരിച്ച നിഷേധാത്മക നിലപാട് തെറ്റായിരുന്നുവെന്ന് തെളിയിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ആരോപണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഗൗരവമായ അടിസ്ഥാനമുണ്ടെന്ന് അധികൃതർക്ക് പോലും സമ്മതിക്കേണ്ടി വന്നു. അർജുന്റെ ആത്മഹത്യ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. ഇത് കേരളത്തിലെ നിരവധി സ്കൂളുകളിൽ നിലനിൽക്കുന്ന അച്ചടക്കത്തിന്റെ പേരിലുള്ള അമിതാധികാര പ്രവണതയുടെ പ്രതിഫലനമാണ്. അച്ചടക്കം, കൗൺസിലിംഗ്, കുട്ടികളുടെ മാനസികാരോഗ്യം, പോസിറ്റീവ് പെരുമാറ്റ രീതികൾ എന്നിവയിൽ അധ്യാപകർക്ക് സമഗ്രമായ പരിശീലനം നൽകേണ്ടതുണ്ട്. ഭീഷണിപ്പെടുത്തലല്ല, മറിച്ച് പിന്തുണയും മാർഗനിർദ്ദേശവുമാണ് അധ്യാപകർ നൽകേണ്ടത്. സ്കൂളുകളിൽ കുട്ടികൾക്ക് അവരുടെ മാനസിക പ്രശ്നങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങൾ ഉറപ്പുവരുത്തണം. സൈബർ സുരക്ഷ, സാമൂഹ്യ മാധ്യമ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളിൽ കുട്ടികളെ ശിക്ഷിക്കുന്നതിന് പകരം അവബോധം നൽകാനും തെറ്റുകൾ തിരുത്താനും സഹായിക്കുന്ന നയങ്ങൾ ആവിഷ്കരിക്കണം. ഈ വിഷയത്തിൽ കേവലം വകുപ്പ് തല അന്വേഷണത്തിൽ ഒതുങ്ങാതെ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തെ മുൻനിർത്തിയുള്ള പുതിയ വിദ്യാഭ്യാസ നയരൂപീകരണം ഉണ്ടാക്കണം. അർജുൻ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് വ്യക്തമാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അറിവിന്റെ ഇടങ്ങൾ മാത്രമല്ല, സ്നേഹത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും തണലിടങ്ങൾ കൂടിയാവണം. ജസ്റ്റിസ് ഫോർ അർജുൻ എന്ന മുദ്രാവാക്യം മാനസിക പീഡനങ്ങളില്ലാത്ത ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷത്തിന് വേണ്ടിയുള്ള ഒരു തലമുറയുടെ അഭ്യർത്ഥനയായി മാറേണ്ടതുണ്ട്.